ഇരിക്കട്ടെ. ബാക്കി ഏത് വഴി കൂടെ വരുന്നതാണ്. കല്ലിൽ കയറും. നേരെ ഫ്രണ്ടിൽ കൂടെ ഒരു വളച്ചെടുത്ത് നമുക്കിന് അങ്ങ് താഴെ കുഴിയിലോട്ട് റോഡുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഏത് വഴിയാണെന്ന് അറിയാം. അങ്ങോട്ട് പോയാൽ നമ്മൾ വന്ന റോഡ് ഇതുവരെ ഉണ്ടോ? വേൾഡ് അല്ലല്ലോ. നമുക്കിന് എത്ര കിലോമീറ്റർ ഉണ്ട്? പിന്നെ അതുവരെ ഉള്ള അതല്ലല്ല സംഭവം. നമ്മുടെ പറയുന്ന സ്ഥലമല്ലോ. ഇല്ലടാ, നമ്മൾ കണ്ട ഒരു താഴ്വാരത്താ. അതിന്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ നടന്നു കയറി പോകണം. അതുമല്ലോ അപ്പുറം വല്ലോ ഇരിക്കുമ്പോ തന്നെ അതങ്ങോട്ട് ഇരിക്കുന്നു. നമ്മൾ കണ്ട ഒരു മലയില്ലേ, താഴ്വാരത്ത ചെല്ലുന്നു. അവിടുന്ന് വണ്ടി വരുന്നു. നമ്മൾ വന്ന വഴി ഉറപ്പാണ്. വരുന്നതല്ല അങ്ങോട്ടേ വരുള്ളൂ. വേറെ വഴിയൊന്നും. അതാണ് ഞാൻ അവിടെ ചെല്ലുമ്പോ അറിയാം. അല്ലെങ്കിൽ അത് അപ്പുറമായിരിക്കും. ഇത് പണ്ട് ഈ തെളിയിൽ തന്നെ ആരെ പറഞ്ഞു വെച്ചാണ്. ഇതിന് മനോഹരമായിട്ടാ വെച്ചേക്കണത് അല്ലേ? ചിലപ്പോ അതുമല്ല, ഏതെങ്കിലും പണ്ട് ആദിമ ഗോത്രക്കാരാണ് പറക്കി വെച്ചതായിരിക്കും. വലിയ വണ്ടികളൊക്കെ പുറകേക്കുന്ന പാടും. ഈ സ്ലേറ്റ് കല്ലൊക്കെ കാണുമ്പോഴേ പണ്ടൊക്കെ ആരോ ജീവിച്ചിരുന്നതായിട്ട് തോന്നുന്നില്ല. ഈജിപ്ഷ്യനോ പൊട്ടിപ്പോയതാ. നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. എത്ര വർഷം മുമ്പ് ഇവിടെ ജനങ്ങൾ ഉണ്ടായിരുന്നോ കരിഞ്ഞ കല്യാണം ഉൾക്കൊക്കെ വേണതായിരിക്കും. അവശിഷ്ടങ്ങളൊക്കെ പണ്ടുകൂടെ പോകുന്നത് കാറിടാൻ നോക്കിയതിന്റെ കഴിവതി കാണിച്ചതിന്റെ അത് അപ്പുറമാണ്. അത് ഉയരം ഇങ്ങനെ നിൽക്കുന്ന കൊടുമുടിയാണ്. ഇങ്ങനെ ഇങ്ങനെ ഉള്ള സ്ഥലമല്ല, വലിയ പർവ്വതമാണ്. ഇത് പോട്ട് പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയിലൊന്നാണ് അല്ല കിടക്കണം. ചുമന്ന വണ്ടി അല്ല ആണോ? ഞാൻ പറയാം, ചുമന്ന വണ്ടി, ഒരു ചുമന്ന വണ്ടി, രണ്ട് വെള്ള വണ്ടി, അതല്ലേ എന്നെ കാണുന്നത് അല്ലേ? രണ്ട് വെള്ള വണ്ടി ഒരു ഏതോ കമ്പനികളുടെ വണ്ടിയാണ്. സെയിം വണ്ടികളാണ്. സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. റൈസായിരുന്നു. റൈസ് അന്നിലെ നല്ല വഴിക്ക് വന്നിട്ടുണ്ട്. കുറഞ്ഞിട്ട് ഫ്ലാറ്റ് റോഡിൽ പോകുന്നുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ വല്ല വഴിയുണ്ടോ? തിരിച്ച് നമുക്ക് അങ്ങനെ ഫ്ലാറ്റ് വഴി പോകാമല്ലോ കോഴിക്കോട്. അറിയത്തില്ലല്ലോ ഏത് വഴിയാ പോകാൻ. ഒട്ടകങ്ങളെല്ലാം കാണേണ്ടി വരും. ഒരു വഴി അങ്ങോട്ടും പോകുന്നുണ്ട്. ഒട്ടകങ്ങളെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടെ പോയി കറങ്ങിക്കൊണ്ടിരിക്കും. പുറത്തെത്തി നോക്കിയിട്ട് അവിടെ തോന്നുന്നു. ഇവിടെ നോക്കുമ്പോ ആ ഭാഗത്താണ്. അല്ല, നമ്മള് കണ്ട പർവ്വതം ഈ ഭാഗത്തല്ലേ. അതിപ്പോ കാണുന്നില്ല. സാധനം എവിടെയാണ്? പർവ്വതം അപ്പുറത്ത്. എവിടെ? നേരെ ഓപ്പോസിറ്റ്. അവിടെ പർവ്വതമൊന്നും ചിലപ്പോ ഇതിന്റെ അടിവാഴ അത് ഈ എല്ലാ കാണുന്നതിനേക്കാൾ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മൗണ്ടൻ കളിക്കാൻ കാണിച്ചിരുന്നില്ല. അതൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ കഴിഞ്ഞ് അവിടുന്നൊക്കെ അതൊക്കെ നമ്മുടെ വലത്ത് സൈഡിലായിരുന്നു. നമ്മൾ അവിടെ ഇടത്തോട്ടിങ് വന്നു ഒരുപാട്. നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നു. ഇനിയുണ്ട്. അവരൊക്കെ അവരിവിടെ ഇതായിരിക്കും. മനസ്സിലായോ? ബാക്കി 1.5 കിലോമീറ്റർ നടക്കുമായിരിക്കും വണ്ടി.